ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബിങ് കാർണിവൽ. അപ്പം നമ്മൾ ഇന്നൊരു ബോസ് ആൻഡ് എംപ്ലോയി പ്രണയമാണ് കാണാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. അവളിപ്പോൾ ഒരുപാട് സങ്കടത്തിലിരിക്കുവാണ്. കുറേ നാളുകളായിട്ട് ഒരു ജോലി അന്വേഷിച്ച് നടക്കുന്നുണ്ട്. പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. വീട്ടിലാണെങ്കിൽ ജോലിയാകാത്തതും കല്യാണം കഴിക്കാനൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പ്രഷർ ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഒരു ലോഡ് പ്രശ്നങ്ങളുമായിട്ട് ഇന്ന് അവളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. എൻ്റെ ദൈവമേ, ഈ ജോലിയെങ്കിലും നീ എനിക്ക് തരണം, ഇല്ലെങ്കിൽ ഞാനിനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ടും ടെൻഷൻ അടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവളിപ്പോൾ ഒരു കഫേയിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അവൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മുടെ ഹീറോ ഉണ്ടായിരുന്നു. ഹീറോ ഒരു വലിയ ഒരു കമ്പനിയുടെ CEO ആണ്. അവന് വേറൊരു കഴിവും കൂടിയുണ്ട്. മറ്റൊരാളുടെ മൈൻഡ് അവന് റീഡ് ചെയ്യാനായിട്ട് കഴിയും. അതായത് അവരിപ്പോൾ എന്താണ് മനസ്സിൽ ചിന്തിക്കുന്നതെന്നുള്ളത് നമ്മുടെ ഹീറോയ്ക്ക് എങ്ങനെയോ മനസ്സിലാകും. അവനും ഇപ്പോൾ കഫേയിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് ഒരു കോഫിയൊക്കെ കഴിച്ചതിന് ശേഷം പേപ്പേഴ്സ് എല്ലാം എടുത്ത് ഇതൊക്കെ ശരിയായിട്ടുണ്ടോ എന്നൊക്കെ നോക്കി അവൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഇതേ സമയം നമ്മുടെ ഹീറോയും അകത്തേക്ക് കയറി ചെല്ലാനായിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൾ ഡോർ തുറന്നിട്ട് ഓടി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ നേരെ വന്ന് ഇടിക്കുന്നുകൊണ്ട് തറയിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയുടെ പുറത്ത് തന്നെ ഇങ്ങനെ കിടന്നിട്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവനെന്താ ഈ കോലത്തിൽ, അയ്യേ ഇവനെയൊക്കെ കിട്ടുന്ന പെൺകുട്ടികളുടെ കാര്യം കഷ്ടം തന്നെയാണെന്ന് ചിന്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവൾ ഇതാണ് മനസ്സിൽ വിചാരിച്ചെന്നുള്ളത് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം അവളിങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ, ഹലോ മാഡം, ഒന്ന് എഴുന്നേൽക്കാവോ, എനിക്ക് പോയിട്ട് വേറെ കാര്യമുണ്ടെന്ന് പറയുമ്പോൾ, ഓ സോറി ഞാനത് ആലോചിച്ചില്ല, ഞാൻ എഴുന്നേക്കാമേ എന്ന് പറഞ്ഞിട്ട് അവൾ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ വേറൊരു കാര്യം കൂടെ അവൾ ചെയ്യുന്നുണ്ട്. അവൾ തറയിൽ കുത്തിയായിരുന്നു എഴുന്നേറ്റുണ്ടായിരുന്നത്. ആ സമയത്ത് അവളുടെ കയ്യിൽ നല്ല ചെളി ഉണ്ടായിരുന്നു. അതങ്ങനെ നമ്മുടെ ഹീറോയുടെ വൈറ്റ് കളർ ഷർട്ടിൽ തേച്ചിട്ടായിരുന്നു അവൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. അവൾ അതിനുശേഷം പറന്നുപോയ പേപ്പറൊക്കെ ഇങ്ങനെ എടുക്കുന്ന ധൃതിയിലായിരുന്നു. ഇതേ സമയം ഇവനാണെങ്കിൽ, ഹലോ ഇതെന്താ നീ ചെയ്ത് വെച്ചേക്കുന്നത്, എനിക്ക് മര്യാദയ്ക്ക് ഷർട്ട് കഴുകി തന്നിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് പറയുമ്പോൾ, അയ്യോ ഷർട്ട് കഴുകി തരാനോ, ഇപ്പോൾ എനിക്ക് തീരെ സമയമില്ല, നിങ്ങൾക്കത് നിർബന്ധമാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വന്ന് നനച്ചു തന്നാൽ മതിയോ, അതൊന്നും പറ്റത്തില്ല, ഇപ്പം തന്നെ എൻ്റെ ഡ്രസ്സ് കഴുകി തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഹീറോ പറയുന്ന സമയത്ത് അവൾ മൈൻഡ് ചെയ്യാതെ ഈ ഇൻ്റർവ്യൂവിന് സമയം ആയതുകൊണ്ട് തന്നെ അവിടെ നിന്നിറങ്ങി ഓടുന്നുണ്ടായിരുന്നു. ഹലോ നിൽക്ക്, ഞാൻ നിന്നോടാണ് സംസാരിക്കുന്നത്, അവിടെ നിൽക്കാനായിട്ട് പറയുമ്പോൾ അവൾ ശ്രദ്ധിക്കുന്നത് പോലും ഉണ്ടായിരുന്നില്ല. അവളുടെ മനസ്സിൽ മുഴുവനും ഈ ഇൻ്റർവ്യൂ എങ്ങനെയെങ്കിലും അറ്റൻഡ് ചെയ്ത് ഒരു ജോലി മേടിക്കണമെന്നുള്ളത് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ നേരെ ആ വലിയൊരു കമ്പനിയിലേക്ക് പോയിരുന്നിട്ട് അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം നമ്മുടെ ഹീറോ ആ കമ്പനിയിൽ തന്നെ വരുന്നുണ്ടായിരുന്നു. അവിടെ വന്നതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവനായിരുന്നു ആ കമ്പനിയുടെ CEO എന്ന് പറയുന്നത്. അങ്ങനെ അവൻ നടന്നു വരുന്ന സമയത്ത് ഇവിടെ ഹീറോയിൻ ഇരിക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. ഹീറോയിനും അവൻ നടന്നു വരുന്നത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ ഹീറോയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ഇവൾ ഇൻ്റർവ്യൂവിന് വന്നതാണെന്നുള്ളത്. പക്ഷേ ഇവളെന്താ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ, അയ്യോ ഇവൻ ആ ഡ്രസ്സ് കഴുകാൻ വേണ്ടിയിട്ടാണോ എന്നെ ഫോളോ ചെയ്ത് ഇവിടേക്ക് വന്നത്, നാണക്കേടായി, ഇവൻ എന്തിനാ ഇങ്ങോട്ടേക്ക് കയറി വന്നത്, ഇത്ര ദാരിദ്ര്യം പിടിച്ചവനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് മാനേജർ ഇവിടേക്ക് വന്നിട്ട്, ആ ബോസ് നിങ്ങൾ വന്നോ, കുറേ പേര് ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നുണ്ട്, നമുക്കെന്നാൽ അത് സ്റ്റാർട്ട് ചെയ്താലോ, ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായെന്ന് പറയുമ്പോൾ, ആ വെയിറ്റ്, ആ പെങ്കുച്ച് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് വന്നതാണോ എന്ന് പറഞ്ഞ് ഹീറോയിനെ പറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു. ആ അതെ സാർ, എൻ്റെ അവളോട് എൻ്റെ ക്യാബിനിലേക്ക് ഒന്ന് വരാനായിട്ട് പറയാനും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്നിട്ട് നമ്മുടെ ഹീറോ നേരെ പോയി ആ ക്യാബിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിനോട് മാനേജർ വന്ന് ഈ കാര്യം പറയുന്നുണ്ടായിരുന്നു. അവൾ ബോസിനെ കണ്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട്, അതായത് ഇൻ്റർവ്യൂവിന് വിളിക്കുവാണെന്ന് കരുതി നേരെ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് പോലും ഇതാണ് അവളുടെ ബോസ് എന്നുള്ളത് അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അവൾ അവിടെ നിന്നിട്ട്, അയ്യേ ഇവനെന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്, ഇവനോടൊക്കെ നല്ല 4 വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവനോട് സ്റ്റണ്ടിടാനായിട്ട് പോകുന്ന സമയത്ത് തൊട്ട് പുറകിൽ വന്ന ആ മാനേജർ, ആ ബോസ് എല്ലാം ഓക്കെയാണ്, ഇൻ്റർവ്യൂ എന്നാൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു നമ്മുടെ ഹീറോയിൻ ആ ഒരു വലിയ സത്യം മനസ്സിലാക്കുന്നത്. താനിപ്പോൾ ഇൻ്റർവ്യൂവിന് വന്ന ആ വലിയ കമ്പനിയുടെ CEO ആണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ ഹീറോ എന്ന് പറയുന്നത്. അവൾ അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ച് വിറച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പായിരുന്നു ഈ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. എന്തായാലും ഇതിൽ നിന്ന് പുറത്താവുന്നുള്ളത് അവൾക്ക് 100% ഉറപ്പായിരുന്നു. അവളുടെ മുന്നിലോട്ടുള്ള ഓരോ ദിവസം ചിന്തിക്കുന്നതോറും മൈൻഡ് ഫുൾ ബ്ലാങ്ക് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഹീറോ ഇപ്പോൾ അവളോട് പൊട്ടിത്തെറിക്കുമെന്നായിരുന്നു അവൾ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പം തന്നെ അവനാണെങ്കിൽ, നാളെ മുതൽ വന്ന് ജോയിൻ ചെയ്തോളൂ, എൻ്റെ ജോലി എന്താണെന്ന് അറിയണ്ടേ, എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റാണ്, എന്തായാലും തൽക്കാലം നിന്നെ ഞാനൊരു ഇൻ്റർവ്യൂ ആയിട്ട് എടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ആ മാനേജറാണെങ്കിൽ, അയ്യോ സാർ അതിന് നമ്മൾ ആ പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂ അല്ലല്ലോ നടത്തുന്നത്, ഞാൻ പറയുന്നത് എന്താണോ അത് മാത്രം കേട്ടാൽ മതി എന്ന് പറയുമ്പോൾ അയാൾ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമ്മുടെ ഹീറോയിന് ചിരിക്കണോ ചാടി തുള്ളണോ ഒന്നും അറിയാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. എന്തായാലും പേഴ്സണൽ അസിസ്റ്റൻ്റ് എന്തായിരുന്നു ഒരു ജോലി കിട്ടിയല്ലോ, ആ ഒരു സന്തോഷം മാത്രമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. അങ്ങനെ അവൾ
വാഷ്റൂമിലേക്ക് പോയി നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്. എന്തായാലും ജോലി കിട്ടി, പക്ഷേ ഞാൻ ഇപ്പോൾ താമസിക്കുന്ന അവിടെ നിന്ന് ഇവിടേക്ക് വരാനാണെങ്കിൽ ഒരുപാട് ദൂരമുണ്ട്. അങ്ങനെ നാളെ എന്തായാലും ലേറ്റായിട്ട് വന്നാൽ നാളെ തന്നെ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. തൽക്കാലം ഇവിടെ അടുത്തെങ്ങാനും ഒരു താമസം അറേഞ്ച് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവളുടെ തൊട്ടടുത്തായിട്ട് അഡ്വർടൈസ്മെൻറ്റ് ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ ഒരു ബ്രോക്കർ അവളെ ഒരു വീട് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ആ വീട് കാണുമ്പോഴത്തേക്കും ശരിക്കും അവൾക്ക് ബോധക്ഷയം വരുന്നുണ്ടായിരുന്നു. അതൊരു ബംഗ്ലാവായിരുന്നു. എന്തായാലും അതുപോലൊരു വീട്ടിൽ താമസിക്കാനുള്ള കാശൊന്നും തൽക്കാലം അവളുടെ കയ്യിലില്ല. അതുകൊണ്ട് ജസ്റ്റ് ആ വീടൊന്ന് നോക്കിയിട്ട് പോകാമെന്ന് കരുതിയിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടേക്ക് ആരോ വരുന്നതായിട്ട് അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. നോക്കുമ്പോൾ ഹീറോ ആയിരുന്നു. ഹീറോ വന്നിട്ട് ആ ബ്രോക്കറിൻ്റെ അടുത്ത് ആ വീട് അവൻ മേടിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ഹീറോയിൻ ആണെങ്കിൽ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകാൻ നിൽക്കുന്ന സമയത്ത് ഹീറോ പെട്ടെന്ന് അവളോട്, അതെ നീ വേണമെങ്കിൽ ഇവിടെ താമസിച്ചോ, എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടോ, എനിക്കും കമ്പനിയിലേക്ക് പോകാനായിട്ട് ഇത് തന്നെയാണ് കുറച്ച് എളുപ്പമായിട്ടുള്ള കാര്യം. ഹീറോയിൻ അവൻ അങ്ങനെ പറയുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ മറുത്തൊന്നും പറയാതെ അങ്ങനെയാണെങ്കിൽ വാടക ഞാനും കൂടെ തരാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ നിൻ്റെ ഇഷ്ടമെന്ന് പറയണ്ടായിരുന്നു. പെട്ടെന്ന് അവൾക്ക് എന്തോ ഒരു കാര്യം കൂടെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്തോ അവനോട് പറയാനുള്ളൊരു ചമ്മൽ കൊണ്ട് അവൾ അപ്പം തന്നെ അങ്ങ് വിഴുങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ബ്രോക്കറിനോട് താൻ ഈ വീട് മേടിക്കുകയാണെന്നും അതിനുള്ള എഗ്രിമെൻറ്റ്സ് ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കാനും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അയാൾ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയിനും കൂടെ സെയിം വീട്ടിൽ ഒരുമിച്ച് അങ്ങോട്ട് താമസം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയുടെ അമ്മയാണെങ്കിൽ കുറേ നാളുകളായിട്ട് അവനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പുറകേ നടന്നിങ്ങനെ ഫോഴ്സ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവനെന്തോ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ മാരേജിനോട്. അതുകൊണ്ട് തന്നെ ഓരോ തവണ കല്യാണക്കാര്യം പറയുമ്പോഴും അമ്മയോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങ് ഒഴിഞ്ഞു മാറുമായിരുന്നു. അവസാനം പക്ഷെ കോൾ ചെയ്ത സമയത്ത്, എടാ കല്യാണം കഴിക്കാൻ നിനക്ക് താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇനി മെയിലിൽ നീ എന്നെ കാണാനോ എൻ്റെ വീട്ടിലേക്ക് വരാനോ പാടില്ല. അതല്ല നീ ഏതെങ്കിലും പെൺകുട്ടികളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അമ്മ 2 കൈ നീട്ടി സ്വീകരിക്കും. എന്താണെന്നുള്ളത് നിനക്ക് തന്നെ തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അമ്മ ഇതുവരെ ഹീറോയെ വിളിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അക്കാര്യം കുറച്ച് സമയം നമ്മുടെ ഹീറോ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് ഹീറോയിനോട് പറയുന്നുണ്ട്, അതേ നോക്കിയേ, നീ ഓഫീസിൽ മാത്രമല്ല എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റ്, വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ജോലി പറയുന്നോ അതെല്ലാം നീ കൃത്യമായിട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ അതെന്തിനാ സാർ അങ്ങനെ എടുത്തു പറയുന്നത്? അതെൻ്റെ ജോലിയല്ലേ, അതൊക്കെ ഞാൻ വളരെ ഭംഗിയായിട്ട് ചെയ്യും. സാർ എന്ത് പറഞ്ഞാലും ഞാനത് ഉറപ്പായിട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ടായിരുന്നു. പുറമേ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇയാൾക്ക് ഇങ്ങനെ പെരുമാറാനായിട്ട് തോന്നുന്നത്, എന്നെ കാണുമ്പോൾ ഒരു ചെറിയ പെങ്കുച്ചാടല്ലേ തോന്നുന്നത്, എന്നിട്ട് ഇത്രയധികം ജോലി തന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഇവൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇക്കാര്യം നമ്മുടെ ഹീറോയും മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഓരോ ജോലികളായിട്ട് അവൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അവൾ ഓടി നടന്നൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവളെക്കുറിച്ച് ഒന്നുപോലും നമ്മളെ ഹീറോ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അവൾ നല്ല വിശാലമായിട്ടിരുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു. ഹീറോയിൻ അതുകൊണ്ട് തന്നെ അവനോട് നല്ല ദേഷ്യവും വരുന്നുണ്ടായിരുന്നു. എന്തായാലും അന്നേ ദിവസം മുഴുവനും കുറച്ചധികം തന്നെ അവളെ ജോലി എടുപ്പിക്കുന്നുണ്ടായിരുന്നു. ശേഷം നാളെ രാവിലെ ഓഫീസിൽ കറക്റ്റ് സമയത്ത് എത്തണമെന്ന് പറഞ്ഞിട്ട് അവൻ പോയി കിടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇത്രയും നേരം ജോലി ചെയ്തുകൊണ്ട് തന്നെ അവൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അവൾ വന്നിട്ട് പോത്തുപോലെ കിടക്കുന്നുണ്ടായിരുന്നു. ഹീറോ നല്ലതായിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ 5 മണിക്ക് തന്നെ അലാറം വെച്ച് എഴുന്നേറ്റിരുന്ന് ഒരു ബുക്കൊക്കെ വായിച്ച് സാവധാനം ഓഫീസിലേക്ക് പോകാനായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ 5 മണിയായി, 6 മണിയായി, 7 മണിയായി, 8 മണിക്കുള്ള അലാറം അടിച്ചിട്ടും അവൾ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ 8:30 ഹീറോ നേരെ ഓഫീസിലേക്ക് പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവൾ ചാടി പിടിച്ചണിഞ്ഞിട്ട് അയ്യോ കുളിക്കണമല്ലോ ദൈവമേ എന്ന് പറഞ്ഞിട്ട് അവൾ ഓടി ബാത്റൂമിലേക്ക് ഓടുന്നുണ്ടായിരുന്നു. അങ്ങനെ പോയി ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹീറോ നിന്ന് കുളിക്കുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ അന്തം വിട്ട് അവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരും ഒരു നിമിഷം ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. ഹീറോ വിത്തൗട്ട് ഡ്രസ്സിലായിരുന്നു നിന്ന് കുളിച്ചിട്ടുണ്ടായിരുന്നത്. അവളൊരു അക്ഷരം പോലും മിണ്ടാതെ ഒന്നും അനങ്ങ പോലും ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഹീറോ ആണെങ്കിൽ അതെ എല്ലാം കണ്ടു കഴിഞ്ഞല്ലോ, എങ്കിൽ പിന്നെ ആ ഡോർ അന്ന് അടച്ചിട്ട് ഇവിടെ നിന്ന് പോയി തരാമോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ സോറി എന്ന് പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് ആ ഡോർ അങ്ങ് അടച്ചിട്ട് അയ്യോ ഞാനെല്ലാം കണ്ടുപോലും എൻ്റെ ദൈവമേ ഏത് നേരത്തെ എനിക്ക് കയറി ചെല്ലാൻ തോന്നുന്നത്, ഞാൻ എങ്ങനെയാണ് അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നത്, അയ്യേ എന്നാലും സാരമല്ല അവൻ ക്യൂട്ടായിട്ട് തന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഹീറോ കുളിച്ചുകൊണ്ടാണ് നിൽക്കുന്നതെങ്കിലും അവൻ ഈ കാര്യം അറിയുന്നുണ്ടായിരുന്നു. അതിനുശേഷം കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അതെ ഇങ്ങനെ പകൽക്കിനാവും കണ്ടുകൊണ്ടിരിക്കാതെ പോയി ചെന്ന് കുളിക്കാനായിട്ട് നോക്കിയേ, സമയത്തിന് ഓഫീസിൽ പോകണമെന്ന് പറയുമ്പോൾ കുളിക്കാം, ഞാൻ ആദ്യം ഒന്ന് പല്ല് തേച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവൾ പല്ല് തേച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് മുഴുവനും ഹീറോ ഇപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ ഇത്രയും നാളായിട്ട് ഇവന് വേറെ റിലേഷനൊന്നും ഉണ്ടാവത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇക്കാര്യത്തെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ ഹീറോ അറിയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇവനാണെങ്കിൽ ഇവിടെ കിച്ചണിൽ വന്നിട്ട് അവനും അവൾക്കും വേണ്ടിയുള്ള ഫുഡൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം അവൾ കുളിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. ഇവനിങ്ങനെ ഫുഡ് ഇവൾക്കും കൂടി ഉണ്ടാക്കി വെച്ചത് കാണുമ്പോഴത്തേക്കും അവൾക്കെന്തോ അവനോട് ചെറിയൊരു ചെക്കൻ സൂപ്പറാന്നൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അതൊന്നും നമ്മുടെ ഹീറോ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ ചുണ്ടിലാണെങ്കിൽ ഈ ഫുഡിൻ്റെ ഒരു വേസ്റ്റ് ആകുന്നുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് ദേ നീ നിൻ്റെ ചുണ്ടിലെന്താ
അല്ല അത് ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ മെല്ലെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ അത് തുടച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൂടെ ആകുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഫ്ലാറ്റ് ആകുന്നുണ്ടായിരുന്നു. എൻ്റെ ദൈവം ഇവർ എന്തേ കാണിക്കുന്നത്? ഇതുപോലെ തുടർന്ന് പോവുകയാണെങ്കിൽ ഇത്രയും നാൾ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ ഉറപ്പായിട്ട് എനിക്ക് ഇവനോട് ഇഷ്ടം തോന്നും. വേണ്ട ഞാനിത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവനോട് മാറാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇവളിപ്പോൾ ഈ ചിന്തിച്ച കാര്യം നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ശരിക്കും അത് ആലോചിക്കുമ്പോഴത്തേക്കും അവനും ചിരി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും രാവിലത്തെ അംഗമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഓഫീസിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒരു വീട്ടിലാണ് താമസിക്കുന്നതെന്നുള്ളത് ഓഫീസിലെ ആർക്കും തന്നെ അറിയത്തില്ലായിരുന്നു. അത് രണ്ടുപേരും ആരും അറിയണ്ടെന്നുള്ളൊരു തീരുമാനത്തിലുമായിരുന്നു. പക്ഷെ ഓഫീസിൽ വരുന്ന ഹീറോയിനും ഒട്ടും തന്നെ റെസ്റ്റ് ഉണ്ടായിരുന്നില്ല. അവന് കോഫി വേണം, ചായ വേണം, ഡ്രിങ്ക്സ് വേണം, അത് ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴപ്പോഴായിട്ട് നമ്മുടെ ഹീറോയിനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അവളാണെങ്കിൽ 5 മിനിറ്റ് ഇടവിട്ട് നമ്മുടെ ഹീറോയുടെ ക്യാബിനിലേക്ക് ഓടിപ്പോയിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവർക്കും എന്തോ ഇതിലൊരു ചെറിയ ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അസിസ്റ്റൻ്റ് ആണെങ്കിലും ഇവളെന്തിനാ എപ്പോഴും ഇങ്ങനെ ബോസിൻ്റെ റൂമിലേക്ക് പോകുന്നത്? ഇനി ചിലപ്പോൾ ഇവരുടെ ഇടയിൽ എന്തെങ്കിലും ഇഷ്ടം ഉണ്ടാവോ? അതുകൊണ്ടായിരിക്കും സാറിങ്ങനെ ഇവളെ അസിസ്റ്റൻ്റാക്കി വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ രീതിയിലുള്ളൊരു ഗോസിപ്പൊക്കെ അവിടെ പടരുന്നുണ്ടായിരുന്നു. ഇതറിയുന്ന ഹീറോയിനും ആകെ വല്ലാണ്ടായിട്ട്, എൻ്റെ ദൈവമേ, ഇപ്പം ഇങ്ങനെ ഈ പറയുന്ന ആൾക്കാർ ഞങ്ങൾ രണ്ടാളും ഒരു വീട്ടിലാണ് താമസിക്കുന്നതെങ്ങനെ അറിയുവാണെങ്കിൽ എൻ്റെ ജീവിതം പോയത് തന്നെ. അവനെപ്പോലെ ഒരു പണക്കാരൻ ഒരിക്കലും എന്നെപ്പോലെ ഒരാളെ ഇഷ്ടപ്പെടാനായിട്ട് പോകുന്നില്ല. അപ്പം പിന്നെ എനിക്ക് തന്നെ പേരുദോഷം കിട്ടും. ഞാൻ എന്ത് ചെയ്യാനാണ്? അവനെ കണ്ട് എങ്ങനെയെങ്കിലും പറഞ്ഞേ പറ്റത്തുള്ളൂ. നമ്മൾ രണ്ടുപേരും ഒരു വീട്ടിലാണ് താമസിക്കുന്നതെന്ന് ആരും അറിയണ്ടാന്ന്. അങ്ങനെ കുറച്ചധികം സമയമൊക്കെ ഇതിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് അവനോടിത് പറയാനായിട്ട് അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അന്നേ ദിവസം ഓഫീസിൽ വെച്ച് അത് നടക്കുന്നുണ്ടായിരുന്നില്ല. ശേഷം ഹീറോ ആണെങ്കിൽ ഈവനിങ് വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. കുറേ കഴിയുമ്പോഴത്തേക്കും ഹീറോയിനും വരുന്നുണ്ടായിരുന്നു. പക്ഷെ അതേ സമയത്ത് ഹീറോയ്ക്ക് അവിടെ എന്തോ വീഡിയോ കോൺഫറൻസ് നടക്കുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ഇത് ശ്രദ്ധിക്കാതെ അവൻ്റെ പുറകിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് വീഡിയോ കോൺഫറൻസിലുണ്ടായിരുന്ന ആൾക്കാരാണെങ്കിൽ, ഹേ ബോസ്, നിങ്ങളുടെ പുറകെ അതാരാ നിൽക്കുന്നത്? അതേതാ പെൺകുട്ടിന്ന് ചോദിക്കുമ്പോൾ, ഇത് പുതിയ ജോലിക്കാരിയാണ്, നിങ്ങളത് മൈൻഡാക്കണ്ട, നമുക്ക് വേറെ കാര്യം സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് അവരവരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ജോലിക്കാരിയാണെന്ന് പറഞ്ഞപ്പോൾ ഹീറോയിൻ അതിൽ എന്തോ ഒരു ഇഷ്ടക്കേട് തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ, അപ്പം നീ എന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ചൊരു ജോലിക്കാരിയാക്കിയല്ലേ? സാരമില്ല, നിനക്കിട്ടുള്ള പണി എനിക്ക് എങ്ങനെ തരണമെന്ന് അറിയാമെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഈ ക്യാബ്ര ഡാൻസിനൊക്കെ ഇടുന്നില്ലേ, അതേപോലത്തെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വെറുതെ നിന്ന് ഹോളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിന്ന് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹീറോ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഹീറോയെ ശരിക്കും ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇവൾ കളിക്കുന്നതായിരുന്നു. അങ്ങനെ ഇവൾ കുറേ നേരം നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഹീറോ കുറച്ചധികം സമയം ശ്രദ്ധിച്ചിട്ട്, ആക്ച്വലി നിനക്ക് എന്താ പ്രശ്നം? തലയ്ക്ക് വല്ല സൂക്കേടും ഉണ്ടോ? ഇനി എന്നെ ഇറിറ്റേറ്റ് ചെയ്യാനാണെങ്കിൽ 1 മണിക്കൂറായി എൻ്റെ വീഡിയോ കോൺഫറൻസ് കഴിഞ്ഞിട്ട്. അതുകൊണ്ട് മോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയധികം കഷ്ടപ്പെടുന്നതെങ്കിൽ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ഹീറോയിനാണെങ്കിൽ ആകെ സങ്കടം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ പോയി ബെഡിലേക്ക് പോയി കിടക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെയും സെയിം അതുപോലെ തന്നെയായിരുന്നു. ഹീറോ 5 മണിക്ക് എണീക്കുന്നു, ഹീറോയിന് 8 മണിക്ക് എണീക്കുന്നു. പക്ഷേ എഴുന്നേറ്റ് വരുന്ന സമയത്ത് അവൻ കിച്ചണിൽ ഇവൾക്കും കൂടിയുള്ള ഫുഡ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം അവനിങ്ങനെ കിച്ചണിൽ നിൽക്കുന്നത് കാണുമ്പോൾ അവൾക്കെന്തോ അവനോടൊരു പ്രത്യേക ഒരു അട്രാക്ഷൻ വരുന്നുണ്ടായിരുന്നു. എന്ത് രസമാണ് ഇവനെ കാണാൻ വേണ്ടിയിട്ട്. എന്നാലും ഇത്രയും നാളായിട്ടും ഇവന് വേറെ ഗേൾ ഫ്രണ്ടൊന്നും ഇല്ലേ? ബോഡിയൊക്കെ കാണാൻ എന്തായാലും സൂപ്പറാന്ന് പറഞ്ഞിട്ട് ഇവൾ ഇങ്ങനെ ഒരു കാര്യം ആലോചിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിനും കൂടെ റൊമാൻസ് ചെയ്യുന്ന കാര്യമായിരുന്നു. അവനിങ്ങനെ അവളുടെ അടുത്ത് കിസ് ചെയ്യാനായിട്ട് വരുന്ന കാര്യം. ഈ കാര്യം നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവളിങ്ങനെ ദിവാസ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ, ഹലോ, എന്താ നീ ചെയ്യുന്നത്? നിനക്ക് ഇന്നും ഇത് തന്നെയാണോ പരിപാടി? രാവിലെ എഴുന്നേറ്റ് വരെ കുറച്ചധികം സമയം ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുക. എന്തായാലും അതൊന്നും ഒരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് പോയി റെഡി ആവാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ആ സമയത്തൊരു ചെറിയ ചിരിയും വരുന്നുണ്ടായിരുന്നു. ഇല്ലെന്നെങ്കിലും എനിക്ക് രക്ഷപ്പെടണം. അതിന് വേണ്ടിയിട്ട് എൻ്റെ പരിചയത്തിൽ വേറൊരു പെൺകുട്ടികളുമില്ല. നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുമോ? അത്രയും ഫ്രീ ആയിട്ട് ചോദിക്കാൻ എനിക്ക് നീ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പ്ലീസ്, നീ ഇല്ലാന്നൊരിക്കലും പറയരുതെന്ന് പറയുമ്പോൾ അവളുടനെ, നീ ഇതെന്താ ഈ പറയുന്നത്? എനിക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ല. നിൻ്റെ അസിസ്റ്റൻറ്റും ഈ വീട്ടിൽ നമ്മൾ ഒന്നിച്ച് താമസിക്കുന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അങ്ങനെയൊക്കെ അഭിനയിക്കാമെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ, വെറുതെ വേണ്ട, ഞാൻ നിനക്ക് അതിന് വേണ്ടിയിട്ട് കാശ് തരാമെന്ന് പറയുമ്പോൾ, കാശ് തരാമെന്നോ? അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് അവൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളിൽ നിന്ന് ആ മറുപടി കിട്ടിയതോടുകൂടെ ഹീറോ നേരെ പോയിട്ട് അവൻ്റെ അമ്മയെ കോൾ ചെയ്ത് പറയുന്നുണ്ട്, അമ്മേ, ഞാനും അവളുമായിട്ട് ഇഷ്ടത്തിൽ തന്നെ ആയിരുന്നു. പിന്നെ അത് പെട്ടെന്ന് അമ്മയോട് പറയേണ്ടെന്നുള്ള തീരുമാനത്തിൻ്റെ പുറത്താണ് ഞാൻ അങ്ങനെ നുണ പറഞ്ഞെന്ന് പറയുന്നുണ്ടായിരുന്നു. അവർക്കത് കേൾക്കുമ്പോൾ, മോൻ ആര് കല്യാണം കഴിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല, അവനൊന്ന് കല്യാണം കഴിച്ചാൽ മതിയെന്ന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കത് ഒരുപാട് സന്തോഷമാകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ കാര്യം നമ്മുടെ ഹീറോയുടെ പുറകെ നടക്കുന്ന ഈ പെങ്കൊച്ചില്ലേ, അവളുടെ പേര് ലിയ എന്നാണ് കേട്ടോ. അവളത് അറിയുന്നുണ്ടായിരുന്നു. അവളത് അറിയുമ്പോൾ എന്തോ അവൾക്കത് പെട്ടെന്ന് വിശ്വസിക്കാനായിട്ട്
ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇനി ഇവരെങ്ങാനും ഇവള് വന്നതിൻ്റെ പേരിൽ അഭിനയിക്കുന്നതാണോ എന്ന സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ വെറുതെ ഇരിക്കുന്നുണ്ടായിരുന്നില്ല. നേരെ പോയിട്ട് ഹീറോയുടെ ഓഫീസിൽ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവൾ ഈ ഓഫീസിൽ തന്നെ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഹീറോയുടെ അഭിനയം കാണുമ്പോഴത്തേക്കും ഇവൾക്ക് എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നുണ്ട്. അവൾക്കത് കണ്ടെത്താൻ വേണ്ടിയിട്ട് അവളുടെ കൂടെ നിൽക്കാനായിട്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഓഫീസിൽ തന്നെയുള്ള ആരെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടന്ന സമയത്ത് അവൾക്ക് ഓഫീസിൽ തന്നെയുള്ളൊരു പെൺകൊച്ചിനെ കിട്ടുന്നുണ്ടായിരുന്നു. അവളുടെ പേര് മായ എന്നായിരുന്നു. അവൾക്ക് കുറച്ച് കാശൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഹീറോയിനും തമ്മിൽ ഇഷ്ടത്തിലാണെന്നും, പക്ഷെ അത് നല്ല രീതിയിലുള്ള ഒരു ബന്ധമല്ല. എനിക്ക് അവനെ കുഞ്ഞുനാൾ മുതലേ അറിയാം, അവൻ്റെ അമ്മേനെ അറിയാം. ഈ പെങ്കൊച്ച് അവൻ്റെ പണം കണ്ടുകൊണ്ട് മാത്രമാണ് ഈ കളിയെല്ലാം കളിക്കുന്നത്. അതുകൊണ്ട് നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. അവൻ്റെ നല്ലൊരു ലൈഫ് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ ഓഫീസിലുള്ള എല്ലാവരോടും നീ പറയണം ഇവള് ഒരു മോശ സ്വഭാവക്കാരിയാണെന്നും ഹീറോയുടെ കൂടെ കൂടിയിട്ട് അവൻ്റെ പണം കണ്ട് മോഹിച്ച് അവനെ കറക്കി എടുക്കാനായിട്ട് നടക്കുവാണെന്നും, അങ്ങനെ ഈ ഹീറോയിനെ മോശക്കാരിയാക്കിയിട്ട് കുറേ കാര്യങ്ങൾ പറയാനായിട്ട് അവളെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു. അവളത് പൈസയുടെ കാര്യം കേൾക്കുമ്പോൾ തന്നെ വളരെ വൃത്തിയോടെ ചെയ്യുന്നുണ്ടായിരുന്നു. ഓഫീസിൽ പോയിട്ട് എല്ലാവരോടും ഈ കഥ അങ്ങ് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ഹീറോയിന് ആകെ സങ്കടം വരുന്നുണ്ടായിരുന്നു. അവൾക്കെന്തോ പിന്നെ ഹീറോയുടെ അടുത്തേക്ക് പോകാനോ അവനോട് ഒന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കാനോ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഹീറോ ഈ കഥ അറിയുന്നുണ്ടായിരുന്നു. അതിൻ്റെ പിന്നിൽ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന മായയാണെന്ന് അറിയുമ്പോൾ ആ പെങ്കൊച്ചിനെ കണ്ട് നേരിട്ട് സംസാരിക്കാനായിട്ട് അവൻ നേരെ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അവളുടെ അടുത്തേക്ക് വരുമ്പോൾ മായയുടെ അടുത്ത് സംസാരിച്ച് ആ ലിയ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഹീറോയ്ക്ക് കാര്യം പിടികിട്ടുന്നുണ്ട്, ഇവള് കാരണമാണ് ഈ പെങ്കൊച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നുള്ളത്. ആ സമയത്ത് ഈ ലിയ അവിടെ നൈസായിട്ട് എസ്കേപ്പ് ആവുന്നുണ്ടായിരുന്നു. അവസാനം മായയുടെ അടുത്ത് നിനക്ക് എന്താ അറിയേണ്ടത്? ഞാനും ഇവളും തമ്മിൽ പ്രണയത്തിലാണെന്നാണോ അതോ വല്ല അവിഹിതം ഉണ്ടെന്നാണോ? ഇതൊന്നും എനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എങ്കിലും ഞാൻ തുറന്നു പറയാം, ഇവളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ഞാനും ഇവളും ഉടനെ തന്നെ കല്യാണം കഴിക്കാൻ പോവുകയാണ്. നീ പോയി പറ, ഈ നാട്ടുകാരോട് മൊത്തവും പോയി പറയാനായിട്ട് പറയണ്ടായിരുന്നു. പിന്നൊരു കാര്യം കൂടെ, ഇത്രയൊക്കെ നമുക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്ത നിന്നെ ഇനി ഈ ഓഫീസിൽ വെക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ഇതോടുകൂടെ എൻ്റെ ജോലിയും പോയതായിട്ട് പറയുന്നുണ്ടായിരുന്നു. അവൾക്കത് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. വഴിയേ പോയ വയ്യാവേലി വെറുതെ എടുത്ത് തലയിൽ വെച്ച അവസ്ഥയായിട്ട് അവൾ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷം ഹീറോയെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾക്കെന്തോ ഇതൊക്കെ തന്നെക്കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ ആകെ സങ്കടം വരുന്നുണ്ടായിരുന്നു. എത്രയൊക്കെ ആയിരുന്നാലും അവനൊരു വലിയ ബിസിനസ്മാനാണ്. ഞാൻ എത്ര വളർന്നാലും അവൻ്റെ ഒപ്പം എത്താനായിട്ടും എനിക്ക് പറ്റത്തില്ല. അപ്പോൾ പിന്നെ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ മോശമായിട്ട് കേട്ടാൽ ഉറപ്പായിട്ട് എനിക്കിനി ഒരു ലൈഫ് കിട്ടത്തില്ല. അത് മാത്രമായിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്ന സങ്കടം. പിന്നെ ഏറെക്കുറെയൊക്കെ ചെറിയ രീതിയിൽ അവൾക്ക് ഹീറോയോട് ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അതെങ്ങാനും ഇനി അവനോട് പോയി പറഞ്ഞാൽ അവൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പോകത്തില്ല എന്ന് നമുക്ക് അറിയായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ആകെ സങ്കടത്തിൽ അവൾ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഹീറോയ്ക്ക് അത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഈയിടെയായിട്ട് ഹീറോന് അധികം ഒന്നും അവനോട് സംസാരിക്കാനും പോകാറില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവൻ അവൾ മുഖം പോലും കൊടുക്കാറില്ലായിരുന്നു. അതറിഞ്ഞ് അവനാണെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് അവളോട് തന്നെ ഓപ്പണായിട്ട് ചോദിക്കാമെന്ന് കരുതി അവളെ വിളിച്ചത് തിരക്കുന്നുണ്ടായിരുന്നു. എന്ത് പറ്റി നിനക്ക് എന്തോ പ്രശ്നമുണ്ട്? പഴയതുപോലെയൊന്നും നീ എന്നോട് സംസാരിക്കുന്നില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് എന്നോട് നീ തുറന്നു പറയണമെന്ന് പറയുമ്പോൾ എന്ത് പ്രശ്നം? ഇനി ഇതിനപ്പുറം എന്താണ് സംഭവിക്കേണ്ടത്? നിങ്ങൾക്കറിയാലോ, നമ്മൾ തമ്മിൽ വെറും ഒരു കോൺട്രാക്ട് ലവ് മാത്രമാണുള്ളത്. അതും വെറുതെ അമ്മേനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതുപോലെയല്ല എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ വേറെ ഒരുപാട് ഫാമിലിയിൽ നിന്ന് പ്രപ്പോസലും വരും. നല്ല നല്ല കല്യാണങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് തേടിയെത്തും. അതുപോലെയല്ല, എനിക്ക് ഇങ്ങനൊരു പേരുദോഷം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ലൈഫിൽ വേറൊരു ലൈഫ് എനിക്ക് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് എന്തോ എനിക്കിത് ശരിയാവുമെന്ന് തോന്നുന്നില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ, ഈ പ്രശ്നങ്ങളെല്ലാം നടന്നപ്പോൾ നിങ്ങളാരും പറയുന്നുണ്ടായിരുന്നില്ല. പറയുന്നത് മുഴുവനും എന്നെ മാത്രമാണ്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് മനഃപൂർവ്വം ഞാൻ നിങ്ങളോട് സംസാരിക്കരുതെന്നും കൂടെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഹീറോയ്ക്കും നല്ല സങ്കടം വരുന്നുണ്ടായിരുന്നു. അവനോട് ഈ പറഞ്ഞു തോർക്കുമ്പോൾ ഇവൾക്കും ആകെ സങ്കടം വരുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് പോയിട്ട് അവൻ്റെ പിണക്കം മാറ്റാനായിട്ട് അവന് വേണ്ടിയിട്ടുള്ള ഫുഡെല്ലാം ഇവൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അവന് ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസ് ആയിരുന്നു. പക്ഷെ അന്ന് രാത്രി ഒരുപാട് നേരം അവൾ അവനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിലും അവൻ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് അവനെ നോക്കുന്ന സമയത്ത് അവൻ എപ്പോഴും വീട്ടിലുണ്ടായിരുന്നില്ല. അവന് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ട് നേരെ ഓഫീസിലേക്ക് പോയിട്ട് അവൻ്റെ ക്യാബിനിൽ പോയി നോക്കുമ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നു. ഇതാ നിനക്ക് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്, നീ രാവിലെ ഒന്നും കഴിച്ചു കാണത്തില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്ക് ശരിക്കും പറഞ്ഞ് എന്താണെന്ന് പറഞ്ഞ് ഇവളോട് പിണക്കം. ഇവൾ പറഞ്ഞല്ലോ, നമ്മൾ തമ്മിൽ ഒരു കോൺട്രാക്ട് ലവ് മാത്രമാണുള്ളത്, അത് അവസാനിച്ചു കഴിഞ്ഞാൽ എല്ലാം അവസാനിക്കുമെന്ന്. അതെന്തോ അവന് ഭയങ്കര സങ്കടമായിരുന്നു. അവനും ചെറിയ രീതിയിൽ ഹീറോയിന് ഇഷ്ടപ്പെട്ട് തുടങ്ങുമായിരുന്നു. അവളുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ അവനും നല്ല വിഷമവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവളോട് പിണക്കവും ഉണ്ടായിരുന്നു. അവൾ ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്ത് എനിക്കിത് വേണ്ട, നീ തന്നെ എടുത്തുകൊണ്ട് പോകാനായിട്ട് പറയുന്നു. അങ്ങനെ ആ സങ്കടത്തിൽ അവൾ ആ ഫുഡ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന സമയത്ത് ആ കമ്പനിയുടെ മാനേജർ അവളോട് ഇന്ന് ഈവനിങ് ഒരു പാർട്ടി നടക്കുന്നുണ്ടെന്ന് നീ ഉറപ്പായിട്ടും വരണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അവിടേക്ക് ഹീറോയും വരുന്നുണ്ടായിരുന്നു. ഹീറോയിന് ആകെ സങ്കടമായിരുന്നു. ഇതുവരെയും അവൻ അവളോട് മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ സങ്കടത്തിൻ്റെ പുറത്ത് അവൾ മദ്യപിച്ച് ബോധയില്ലാതാകുന്നുണ്ടായിരുന്നു. ഹീറോ ഒരു സൈഡിൽ മിണ്ടാതിരിക്കുന്നുണ്ടായിരുന്നു. ഈ മദ്യപിച്ചത് കൊണ്ട് തന്നെ അവൾ എന്തൊക്കെയോ ബോധയില്ലാതെ സംസാരിക്കുന്നതിനോടൊപ്പം ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം കൂടെ ഇവൾ ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ചാണ് താമസിക്കുന്നതെന്നും
ഇപ്പോൾ ഒരു കോൺട്രാക്ട് റിലേഷൻഷിപ്പിലാണ് ഉള്ളതെന്നുള്ളത് ഇവൾ വിളിച്ചു പറയുന്നുള്ളത് അവൻ ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അവൾ നോക്കിയിട്ട് നേരെ വന്ന് അവളെയും കൂട്ടി പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് നീ എന്ത് പണിയെ കാണിച്ചത്, നിനക്ക് ബോധമില്ലേ? ഇത്ര ആൾക്കാർ കൂടിയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ മദ്യപിച്ച് ബോധമില്ലാതെ ആകരുതെന്ന് പറഞ്ഞ് ചീത്ത പറയുമ്പോൾ നീ എന്താ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ നിന്റെ മേലേക്ക് ഞാനിപ്പോൾ വോമിറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഹീറോയിൻ അവൻ്റെ മേലേക്കും ആ കാറിലേക്കൊക്കെ വോമിറ്റ് ചെയ്തിടുന്നുണ്ടായിരുന്നു. അയ്യോ, ഞാനിനി ഇവളെ വെച്ച് ഇന്ന് എന്തൊക്കെ സഹിക്കേണ്ടി വരും എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ ഇവളെ കാറിൽ കയറ്റിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്തും ഹീറോയിൻ ആണെങ്കിൽ അവനെ വിടുന്നുണ്ടായിരുന്നില്ല. അവൻ അത്രയ്ക്ക് പാടുപെടുത്തുന്നുണ്ടായിരുന്നു. ഓരോ ഇടിയൊക്കെ കൊടുത്തിട്ട് ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ അവളെ റൂമിലേക്ക് അവൻ കൊണ്ടുവന്ന് കിടത്തുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ കണ്ണു തുറന്നു നോക്കുന്ന ഹീറോയിൻ ആണെങ്കിൽ ഇന്നലെ നടന്ന കാര്യങ്ങളൊന്നും അവൾക്ക് അത്ര വ്യക്തമായിട്ട് ഓർമ്മ വരുന്നുണ്ടായിരുന്നില്ല. കുറച്ചധികം സമയം ഇരുന്നൊന്ന് ആലോചിക്കുമ്പോൾ അവൾക്കത് ഓർമ്മ വരുന്നുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ പിന്നെ അവനെ ഫേസ് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. ആ സമയത്തായിരുന്നു അവൾ ഇന്നലെ ഇട്ടിരുന്ന ഡ്രസ്സ് അല്ലായിരുന്നു അവളുടെ മേലിലുണ്ടായിരുന്നത്. അപ്പോൾ അവൻ ഉറപ്പായിട്ട് എൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ ആലാറിക്കൊണ്ട് പുറത്ത് വന്നിട്ട് നീ ഇതെന്താണ് ഈ കാണിച്ചത്, നിനക്ക് എത്ര ധൈര്യം ഉണ്ടേട്ടാ എൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കിയെന്ന് പറയുമ്പോൾ ദേ നോക്കിയേ, ഈ കത്തി വെച്ച് ഞാൻ കുത്തും. ഇന്നലെ നീ അമ്മാതിരി പാടാ എന്നെ പെടുത്തിയത്. എൻ്റെ കാറിപ്പോൾ സ്മെല്ല് കൊണ്ട് അതിൻ്റെ അടുത്തേക്ക് അടുക്കാനേ പറ്റുന്നില്ല. എൻ്റെ ഡ്രസ്സ് എൻ്റെ മേലേക്കൊക്കെ വൊമിറ്റ് ചെയ്തതൊക്കെ ഓർമ്മയില്ലാന്ന് ചോദിക്കുമ്പോൾ ഓ അത് എനിക്ക് ചെറിയ രീതിയിൽ ഓർമ്മ വരുന്നുണ്ട്. അത്രയും സ്മെല്ലെടുത്ത് നീയും കിടക്കണ്ടെന്ന് വിചാരിച്ച ഞാൻ കഷ്ടപ്പെട്ട് നിന്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് തന്നത്. അത് ഇത്രയും വലിയ പ്രശ്നമാണെങ്കിൽ നീ താമസത്തിന് വേറെ ഏതെങ്കിലും വീട് അന്വേഷിക്കാനായിട്ട് പറയുമ്പോൾ വേണ്ട ഞാനത് ക്ഷമിച്ചു കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ മോള് പോയി എൻ്റെ കാർ ഒന്ന് കഴുകിയിട്. ഞാൻ കഴുകിയിടാം. പിന്നെ വേറൊരു കാര്യം, ഞാൻ നിൻ്റെ മേലേക്ക് വൊമിറ്റ് ചെയ്യുന്നത് നീ ആരോടും പറയണ്ട. ശരി എന്ന് പറഞ്ഞിട്ട് അവൾ നേരെ ആ കാറ് കഴുകാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൾ പിന്നെയും വന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നീ ഇതെന്താ ഈ കാറ് കഴിയുമെന്ന് പറയുന്നത്, അതാണെങ്കിൽ ഇപ്പോഴും നല്ല സ്മെല്ലാണ്, മര്യാദയ്ക്ക് പോയി നേരെ ചെന്ന് കഴുകാനായിട്ട് പറയുമ്പോൾ ഈ കാലമാടനെ കൊണ്ട് ഞാൻ തോറ്റില്ല ദൈവമേ എന്ന് പറഞ്ഞ് അവൾ പിന്നെയും പോകുന്നുണ്ടായിരുന്നു. ഇവിടെ ഈ പറയുന്ന ഹീറോ കേൾക്കുന്നുണ്ടായിരുന്നു, അവന് ചിരിയും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഓഫീസിലൊക്കെ പോയിട്ട് തിരികെ ഇറങ്ങി വരുന്ന സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഇവരിപ്പോൾ കോൺട്രാക്ട് റിലേഷൻഷിപ്പിലാണ് ഉള്ളതെന്നുള്ള കാര്യം സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത് കറക്റ്റായിട്ട് ആ ഓഫീസിൽ നിന്ന് പിരിച്ചുവിട്ട മായ ഉണ്ടല്ലോ, അവൾ കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ അതങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ പണി നീയല്ലട കളഞ്ഞത്, നീ ഇങ്ങനെ നടന്നാൽ പറ്റത്തില്ല, നീയും അവളും നാളം കെട്ടിയ മതിയാവത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടായിരുന്നു അവൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതങ്ങനെ വൈറലായിട്ട് ഫുൾ ചീത്തപ്പേര് നമ്മുടെ ഹീറോയിന് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. ഹീറോയിൻ കാണുമ്പോൾ ആകെ സങ്കടം വരുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഹീറോ വന്ന് പറയുന്നുണ്ട്, നീ വിഷമിക്കണ്ട, നിന്റെ കൂടെ എന്ത് വന്നാലും ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവൾ ആശ്വസിപ്പിക്കാമെന്ന് വിചാരിക്കുമ്പോൾ അവൾക്ക് സങ്കടം സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹീറോ അവൻ്റെ അമ്മ കോൾ ചെയ്തിട്ട് എനിക്ക് ഇതിനോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടെന്നും പെട്ടെന്നൊന്ന് വീട്ടിലേക്ക് വരാനും പറയുന്നുണ്ടായിരുന്നു. അവനും കുറേയൊക്കെ അവളെ ആശ്വസിപ്പിച്ചിട്ട് നേരെ അമ്മയെ കാണാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഹീറോ പോയതിൻ്റെ പുറകിൽ തന്നെ ഈ ലീ ആണെങ്കിൽ ഹീറോയിനെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. വന്നിട്ട് അല്ലെങ്കിൽ ഈ സങ്കടം വന്ന് അവൾ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ അടുത്ത് വന്ന് നിനക്ക് ഇത്ര ബോധം ഉണ്ടായിട്ടാ ഇവനെയൊക്കെ വിശ്വസിച്ചിങ്ങനെ കൂടെ താമസിക്കുന്നത്, നിനക്ക് നാണം ആകുന്നില്ലേ? അല്ലെങ്കിൽ നീ ഒരു പെൺകുട്ടിയല്ലേ? നിന്നെപ്പോലുള്ളവൾ ഇങ്ങനെ തന്നെ ചെയ്യുന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പണത്തിന് വേണ്ടിയിട്ട് നീയൊക്കെ എന്തും ചെയ്യാനായിട്ട് മടിക്കത്തില്ല. നീ നോക്കിയേ, അവൻ്റെ അമ്മയെ എൻ്റെ ഫാമിലി എല്ലാവരും കൂടെ ചേർന്നിട്ട് ഞങ്ങളുടെ കല്യാണം ഓൾറെഡി ഉറപ്പിച്ചതാണ്. അതിനിടയിൽ നീ കയറി വന്നിട്ട് എന്തിനാ ഈ പേരുദോഷം മേടിക്കാനായിട്ട് പോയത്? അവന് നീ അല്ലെങ്കിൽ വേറെ 100 പെൺകുട്ടികളുണ്ട്. പക്ഷെ നിന്റെ ലൈഫ് ഇപ്പോൾ പോയല്ലോ. ഇനി നിനക്ക് എവിടെന്നെങ്കിലും നല്ലൊരു ചെക്കനെ കിട്ടുമോ? നാണം കെട്ട് എല്ലാവരുടെ മുന്നിൽ നാറിയത് നീ മാത്രമല്ലേ എന്ന് പറഞ്ഞ് അവളെ പിന്നെയും ഓരോന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ അതൊക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും സങ്കടം വരുന്നുണ്ട്. എത്രയായിരുന്നാലും അവനൊരു പണക്കാരനാണ്, ഞാനൊരു പാവപ്പെട്ടവളും. എന്നെയൊക്കെ ഇനി ആര് വന്ന് കല്യാണം കഴിക്കാനെന്നൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ അവൾക്ക് എന്തോ പിന്നെ അങ്ങോട്ട് ജീവിക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. ഇവിടെ നമ്മുടെ ഹീറോയുടെ അമ്മ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നീ എന്നെ എന്തിലാടാ പറ്റിക്കാനായിട്ട് നോക്കിയത്? ഇപ്പോൾ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ടല്ലേ നിന്റെ കള്ളക്കളി വെളിച്ചത്തായെന്ന് പറയുമ്പോൾ അമ്മ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? നിങ്ങൾ എന്നെ കല്യാണം കഴിക്കാനായിട്ട് ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വേറെ ഒരു വഴിയില്ലായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെന്ന് പറയുമ്പോൾ ശരി, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇതിവിടെ അവസാനിപ്പിക്കണം. ഞാൻ പറഞ്ഞതുപോലെ നീ അലിയെ കല്യാണം കഴിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് തന്നെയാണല്ലോ, നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുന്നതിന് എന്ത് പ്രശ്നമുള്ളതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അമ്മേ, ഫ്രണ്ട്സ് ആണെങ്കിലും കല്യാണം കഴിക്കണമെന്നുണ്ടോ? എനിക്ക് അവൾ ഒരിക്കലും ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അതെന്താ അങ്ങനെ നിനക്ക് പറ്റാത്തത്? അത് ഞാൻ അവളെ സിൻസിയറായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ആരെ? അമ്മേ പ്ലീസ്, ഞാൻ അവളെ അധികം സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഞാൻ അവളോട് തുറന്നു പറഞ്ഞിട്ടില്ല. അത് ഉടനെ പറയുമെന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷം വരുന്നുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഇക്കാര്യം അവൻ്റെ വാളിൽ തന്നെ അറിയാനായിട്ട് സാധിച്ചതിൽ അങ്ങനെ അമ്മയുടെ പരിഭവം പണക്കവും എല്ലാം മാറ്റിയതിനു ശേഷം അവൻ നേരെ വീട്ടിലേക്ക് തിരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഈ ലിയ വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ പിന്നെയും ആലോചിക്കുമ്പോൾ അവൾക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ആ വീഡിയോയുടെ താഴെ വന്ന കമൻസ് ഒക്കെ വായിക്കുന്ന സമയത്ത് അവളെ എല്ലാവരും കൂടെ ഒരുപാട് ചീത്ത പറയുന്നുണ്ടായിരുന്നു. പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന വൃത്തികെട്ടവളാണെന്ന് വരെ എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോൾ അവൾക്കെന്തോ പിന്നെ അവിടെ നിൽക്കാനായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. എങ്ങോട്ടെങ്കിലും ഒളിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഹീറോ വരുന്നതിന് മുന്നേ അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. ഹീറോ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ഹീറോയിൻ അവിടെ എങ്ങും കാണാനില്ലായിരുന്നു.
കുറേ അവൾ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിലും അവൾ എവിടെ പോയതാണെന്ന് അവൻ അറിയത്തില്ലായിരുന്നു. അവനോടൊന്നും പറയാതെ പോയതിൻ്റെ പരിഭവം അവൻ നല്ല രീതിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ അവനെ അന്വേഷിച്ച് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. പതിവ് പോലെ പിറ്റേ ദിവസം അവൻ ഓഫീസിലേക്കും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ദിവസങ്ങളും പോകുന്നുണ്ട്. പക്ഷേ ഹീറോയിനെ കുറിച്ച് ഒരു വിവരവും കിട്ടുന്നുണ്ടായിരുന്നില്ലെങ്കിലും അവൻ്റെ സ്വഭാവത്തിൽ കുറേയേറെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അവിടെ ഓഫീസിലുള്ള എല്ലാവരെയും അവനെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് ദേഷ്യമായിരുന്നു. അവളെ കാണാത്തതിൻ്റെയും അവളോട് സംസാരിക്കാത്തതിൻ്റെയും അവൾ എവിടെ പോയതാണെന്ന് അറിയാത്തതിൻ്റെ എല്ലാ ദേഷ്യവും ആ ഓഫീസിലുള്ള സ്റ്റാഫുകളോടായിരുന്നു തീർത്തിട്ടുണ്ടായിരുന്നത്. അത് എല്ലാ ദിവസവും അങ്ങനെ തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അവസാനം ഹീറോയുടെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഈ തലവേദന സഹിക്കാൻ വയ്യാതെ ഹീറോയിൻ എവിടെയാണെന്ന് അറിയാനായിട്ട് അവളെ വിളിക്കുന്നുണ്ടായിരുന്നു. അവളെ വിളിച്ചിട്ട്, നീ ഇപ്പോൾ എവിടെയാണ്? പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്ക്, നീ തിരികെ ഓഫീസിലേക്ക് വരണം. നീ പോയത് കാരണം ഞങ്ങളെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നെന്ന് പറയുമ്പോൾ, അയ്യോ അതെനിക്കങ്ങനെ പെട്ടെന്ന് വരാനായിട്ട് പറ്റില്ല. ഞാനിപ്പോൾ എൻ്റെ നാട്ടിലാണ്. പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്ക്. അത് ശരിയാകത്തില്ല. ഞാൻ ഫോൺ വെക്കുവാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അതിന് നിൻ്റെ നാട് എവിടെയെന്ന് അവൻ തിരിച്ചു ചോദിക്കുന്ന സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ഹീറോ പുറകിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. നീ ഇതാരോടെ സംസാരിക്കുന്നത് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ ബബ അടിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അത് ഹീറോയിൻ ആണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവളുടെ വീടിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചിട്ട് അതൊന്ന് അയച്ചു തരാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഓൺ ദ സ്പോട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ലൊക്കേഷൻ തപ്പി പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അതേസമയം ഇവിടെ ഹീറോയിൻ ആണെങ്കിൽ കുറേ നാൾക്ക് ശേഷം അസിസ്റ്റന്റ് വിളിച്ചിട്ട് ഓഫീസിലെ കാര്യവും ഹീറോയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവൾക്കെന്തോ ഹീറോ ഒന്ന് കണ്ടാൽ മതിയെന്നായിരുന്നു. എത്ര നാളായി നിന്നെ ഒന്ന് കണ്ടിട്ട്, ഞാൻ അവിടെ നിന്ന് പോയതിനു ശേഷം നീ എന്നെ ഒന്ന് അന്വേഷിച്ച് പോലും ഇറങ്ങില്ലല്ലോ. ഞാൻ എവിടെയൊക്കെ നോക്കിയാലും നിന്റെ മുഖം മാത്രമേ എനിക്ക് കാണാനായിട്ട് പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവളിങ്ങനെ സങ്കടപ്പെട്ട് നടക്കുന്ന സമയത്ത് ഹീറോ അവിടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ പതിവ് പോലെ എല്ലാവരെയും കാണുമ്പോഴും ഇവനായിട്ടാണല്ലോ അവൾക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ ഇവനെ മൈൻഡ് ചെയ്ത് നടന്നു പോകുന്നുണ്ടായിരുന്നു. കുറച്ച് ദൂരെ പോകുന്നതൊക്കെയും അവൾക്ക് പിന്നെ എന്തോ ഒരു ഡൗട്ട് തോന്നിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഹീറോ തൊട്ട് പുറകെ നമ്മളെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ടായിരുന്നു. നീ എന്താ എന്നെ മൈൻഡ് ചെയ്ത് പോയത്? അപ്പോൾ ഇത് ശരിക്കും നീ തന്നെയാണോ? എടി, ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്കറിയാം നീ ഇപ്പോൾ എന്നോടൊന്നും പറയാതെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നതിന് കാരണം ഓരോരുത്തർ നമ്മളെക്കുറിച്ച് പറയുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. പക്ഷേ നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. നീ എന്തിനാ എപ്പോഴും നിനക്ക് പ്രശ്നം വരുന്നുള്ള കാര്യം ചിന്തിക്കുന്നത്? എന്ത് പ്രശ്നം വന്നാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഹീറോയിനാണ് ഇതെല്ലാം കേട്ടിട്ട്, അയ്യോ അവൻ എന്നെ എപ്പോൾ ഒന്ന് ഹഗ് ചെയ്താൽ മാത്രം മതി എന്ന് പറയണ്ടായിരുന്നു. മനസ്സിലാണ് ആലോചിച്ചെങ്കിലും അവനത് നന്നായിട്ട് കേൾക്കായിരുന്നു. അവൻ അപ്പം തന്നെ അവളെ പിടിച്ചങ്ങ് കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഇഷ്ടങ്ങൾ അങ്ങനെ തുറന്നു പറയുന്നില്ല. എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ അവർ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്നുണ്ട്. ആ സമയം ഹീറോ പറയുന്നുണ്ട്, അന്ന് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ പിന്നെ അന്വേഷിച്ച് ഇറങ്ങാതിരുന്നത്. അപ്പോൾ ഹീറോ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ നാട്ടിലാണെന്നുള്ളത് ഇവൻ എങ്ങനെയായിരിക്കും അറിഞ്ഞെന്നുള്ളത്. ഉടനെ തന്നെ അവനാണെങ്കിൽ അതിൻ്റെ അസിസ്റ്റൻറ്റ് പറഞ്ഞു, ഞാനിപ്പോൾ മനസ്സിൽ ചിന്തിച്ചത് നിനക്കിങ്ങനെ മനസ്സിലായി? ഓ അതോ, അതിനെപ്പറ്റി ഞാനിതുവരെ പറഞ്ഞിട്ടില്ല അല്ലേ. എനിക്ക് ഒരു പ്രത്യേക ഒരു പവറുണ്ട്. മറ്റുള്ളവർ എന്താണോ മനസ്സിൽ ചിന്തിക്കുന്നത് ആ കാര്യം എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുമെന്ന് പറയുമ്പോൾ, അയ്യോ അപ്പോൾ അങ്ങനെയാണല്ലേ പലപ്പോഴും ഞാൻ ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നീ അതിനുള്ള തക്കതായ മറുപടി എനിക്ക് തന്നുകൊണ്ടിരുന്നത്. അയ്യോ, ഇനി അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ഒരുമിച്ച് ജീവിക്കാനായിട്ട് നിൽക്കുന്നത്? മനസ്സിൽ ഒരു കാര്യം ചിന്തിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരൊരുപാട് നേരം ഇരുന്ന് സംസാരിച്ചതിന് ശേഷം തിരികെ അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവൾക്കെന്തോ അവനെ വിട്ട് പോകാൻ ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. പക്ഷേ പോയല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ അവളെ നേരെ അവനോട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്കാണെങ്കിൽ കുറേ നാൾക്ക് ശേഷം അവളെ കണ്ടതുകൊണ്ട് തന്നെ എന്തോ അവളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അന്ന് രാത്രി അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ അവൻ നേരെ അവളുടെ വീട് തപ്പി പിടിച്ച് വരുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് കയറി വരുമ്പോൾ, അയ്യോ ഇപ്പം എൻ്റെ ചേട്ടൻ വരുമല്ലോ, നീ എന്തിനാ വന്നത്? ഞാൻ നമ്മുടെ കാര്യം ഇതുവരെയും ചേട്ടനോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഇവളിങ്ങനെ ചെറിയ പേടിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അവിടേക്ക് അവളുടെ ചേട്ടൻ വരുന്നുണ്ടായിരുന്നു. വരുമ്പോൾ തന്നെ പിന്നെ അവളങ്ങ് അവനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ചേട്ടാ, ഇതാണ് ആള്, ഞാൻ ഇവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ചേട്ടനൊരു നല്ല ആളാണെന്നാണ് തോന്നുന്നത്. ഉടനെ തന്നെ ഹീറോയ്ക്ക് ഒരു ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്തിട്ട്, എന്തായാലും എൻ്റെ അനിയത്തിയുടെ സെലക്ഷൻ തെറ്റിയില്ല, നല്ല ചെക്കനാണെന്നും പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഹീറോയ്ക്ക് മനസ്സിനൊരു വലിയ ആശ്വാസം വരുന്നുണ്ട്. അയ്യോ, അങ്ങനെ ഈ സൈഡ് എന്തായാലും ഓക്കെ ആയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിനുശേഷം ഇവരോട് സംസാരിക്കാൻ പറഞ്ഞിട്ട് ചേട്ടൻ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഹീറോ ആണെങ്കിൽ തൊട്ടടുത്തായിട്ട് ഒരു ഹോട്ടൽ റൂം എടുത്ത് നിൽക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ ഹീറോയുടെ വീട്ടിലേക്ക് വരും, രാത്രിയാകുമ്പോൾ തിരികെ പോകും. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഹീറോയുടെ വീട്ടിലേക്ക് വരും, രാത്രിയാകുമ്പോൾ തിരിച്ചു പോകും. അങ്ങനെ കുറേ ദിവസം പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഓഫീസിൽ നിന്നൊരു കോൾ വരുന്ന അർജൻറ്റായിട്ട് ഹീറോയുടെ ഓഫീസിലേക്ക് പോകാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അവനവിടെ നിന്ന് പോകാനായിട്ട് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ പോയല്ലേ പറ്റത്തുള്ളൂ. ലാസ്റ്റ് നമ്മുടെ ഹീറോയിനാണെങ്കിൽ തള്ളി ഉന്തിയൊക്കെ പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. നമ്മൾ അടുത്തടുത്തില്ലെങ്കിലും ഫോൺ ഉണ്ടല്ലോ, നമുക്ക് എപ്പോഴും വീഡിയോ കോൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവനെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ മെസ്സേജ് അയക്കലും വീഡിയോ കോളും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഹീറോയുടെ അമ്മയാണെങ്കിൽ ഹീറോയിനെ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. മോൾ എന്താ എന്നെ വിളിക്കാത്തത്? കുറേ നാളായല്ലോ. ഓ അത് മാഡം, ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്.
ഞാൻ കുറച്ച് തിരക്കുകളൊക്കെ ആയിപ്പോയെന്ന് പറയുമ്പോൾ മാഡമോ, നീ എന്തിനാ എന്നെ ഇപ്പോഴും മാഡം എന്ന് വിളിക്കുന്നത്? ദേ എൻ്റെ മരുമകളാണ് നീ, അപ്പോൾ നീ എന്നെ അമ്മയെന്ന് വേണം വിളിക്കാനായിട്ടെന്ന് പറയുമ്പോൾ ആ ശരിയെന്ന് പറയണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിയുമ്പോഴത്തേക്കും ഹീറോയിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. ഹീറോയുടെ അസിസ്റ്റൻറ്റ് വിളിച്ചിട്ട് ഹീറോയ്ക്ക് എന്തോ ഒരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറയുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ പേടിച്ച ഉടനെ ഒരു ടാക്സി വിളിച്ചിട്ട് നേരെ ഹീറോയുടെ അസിസ്റ്റൻ്റ് അയച്ചു കൊടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ആ കാറിലിരുന്ന് ഫുള്ള് കരഞ്ഞുകൊണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നേരെ അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴത്തേക്കും അസിസ്റ്റൻ്റ് പറഞ്ഞ ഹോസ്പിറ്റലും ഒന്നും അല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കുറേ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ ഒരുപാട് ഭംഗിയുള്ള കുറേ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. പോയി നോക്കുമ്പോൾ തൊട്ട് ഫ്രണ്ടിലായിട്ട് 2 ബൊമ്മക്കുട്ടികൾ ഇങ്ങനെ നിന്ന് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ ഹീറോയിന് എന്തോ ഒരു പന്തികേട് തോന്നിയിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ നമ്മുടെ ഹീറോ തന്നെയായിരുന്നു. നീ ഇതെന്ത് പണിയായി കാണിച്ചത്? ഞാൻ എന്ത് പേടിച്ചെന്നറിയാവോ? തമാശയൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷെ മെയിൽ എന്നെ ഇങ്ങനെ തമാശ അടിക്കരുതെന്ന് പറഞ്ഞിട്ട് അവനെ ചീത്ത പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഹീറോ ആണെങ്കിൽ അവളുടെ കയ്യിലേക്ക് ഒരു ബുക്കിയും ഒരു കാർഡും ഒക്കെ എടുത്ത് കൊടുത്തിട്ട് ഒഫീഷ്യലായിട്ട് അങ്ങ് പ്രപ്പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ നിന്നോട് ഇതുവരെയും ഇതുപോലെ പറഞ്ഞിട്ടില്ല, ഐ ലവ് യു. എൻ്റെ ലൈഫിൽ ഒരുപാട് പെൺകുട്ടികൾ വന്നു പോയിട്ടുണ്ട്, പക്ഷെ അവരെല്ലാവരും ഞാൻ വളരെ ഗ്ലാമറാണ്, ഞാൻ വളരെ നല്ല ക്യാരക്ടറുള്ള ഒരു വ്യക്തിയാണ്, എൻ്റെ കയ്യിൽ ഒരുപാട് പണം ഉള്ളത് കൊണ്ട് തന്നെ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ കൂടാൻ അവർ ശ്രമിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇതുവരെ കണ്ട പെൺകുട്ടികളെ പോലെയല്ല നീ എന്ന് പറയുന്നത്. എന്നെക്കുറിച്ച് ഇത്രയും മോശമായിട്ട് മനസ്സ് ചിന്തിച്ചത് നീ മാത്രമായിരിക്കും. അതുകൊണ്ട് എനിക്ക് നിന്നെ മതി. നിനക്കറിയാവോ ഒരു കാര്യം, നീ ഞാനും ഒന്നിച്ച് ആ വീട്ടിൽ താമസിച്ച അത്രയും ദിവസം എനിക്കെന്തോ ഞാൻ വേറെ ഏതോ ഒരു ലോകത്ത് താമസിച്ച പോലെ എനിക്ക് തോന്നുന്നത്. അത്ര മനോഹരമായിരുന്നു ആ ദിവസങ്ങളെല്ലാം. നീ എൻ്റെ കൂടെ വന്നതിന് ശേഷം എൻ്റെ സ്വഭാവത്തിലും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നിന്നോട് ചോദിക്കുന്നത്, നിനക്ക് എന്നെ കല്യാണം കഴിക്കാമെന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ അപ്പം തന്നെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് 2 പേരും കൂടെ ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ ഒന്നിക്കുന്നതോടുകൂടെ ഈ ഡ്രാമ അവസാനിക്കുവാണ്. നിങ്ങൾക്കിത് ഇഷ്ടമായോ എന്നുള്ളത് ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഡ്രാമയാണ് അടുത്ത് വേണ്ടതെന്നും എന്തെങ്കിലും ഡ്രാമ സജഷൻസ് ഉണ്ടെങ്കിലും അതുകൂടെ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും പറയണം. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി ഡ്രാമയുണ്ട് വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ.